സാഹിത്യ അക്കാദമി പുരസ്കാരത്തിൽ വീണ്ടും ഒരു വിമർശനവുമായി ശ്രീകുമാരൻ തമ്പി വരികയാണ്. പലതവണ സാഹിത്യ അക്കാദമി അവാർഡിൽ അട്ടിമറികൾ നടന്നെന്ന് അദ്ദേഹം വിമർശിക്കുന്നു. തനിക്ക് തരാൻ ഉദ്ദേശിച്ച അവാർഡാണ് അന്ന് പെരുമ്പടവം ശ്രീധരന് കൊടുത്തത്. ഇനിയും സാഹിത്യ അക്കാദമി അവാർഡ് സ്വീകരിക്കില്ല. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയാൽ വാങ്ങും. ശ്രീകുമാരൻ തമ്പി പറയുന്നു. അർഹമായ പരിഗണന ഗവൺമെൻറ് തലത്തിലുള്ള പുരസ്കാരങ്ങൾ മാത്രമാണ് അർഹം. ഇരിക്കുന്ന കണ്ടില്ലേ, അത് എനിക്ക് രാഷ്ട്രീയ കക്ഷിയുടെയും പറയാൻ ഞാൻ പോയിട്ടില്ല. അപ്പോൾ ഈ അവാർഡ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മുടെ കഴിവിൻ്റെ അളവ് പോലല്ല. എന്നെ സംബന്ധിച്ചോളം ഈ വൈകി ഇനിയിപ്പോൾ കേരള സാഹിത്യ അക്കാദമി അവാർഡ് വന്നാൽ ഞാൻ വാങ്ങില്ല. കേന്ദ്ര സാഹിത്യ അവാർഡ് വന്നാൽ വാങ്ങും. കാരണം കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ഇന്ത്യയിൽ ഏറ്റവും അംഗീകരിക്കപ്പെട്ട അവാർഡാണ്. കേരള സാഹിത്യ അക്കാദമി അവാർഡിൻ്റെ കവിതയ്ക്കുള്ള അവാർഡ് ഏഴാച്ചേരിക്ക് രാമേന്ദ്രന് കിട്ടി, പ്രഭാവർമ്മ കിട്ടി. രണ്ടുപേരും കമ്മ്യൂണിസ്റ്റ്. ഇവർക്ക് രണ്ടുപേർക്കും കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിക്കഴിഞ്ഞു. ഇവർ രണ്ടുപേരെക്കാൾ സീനിയറായി എനിക്ക് കേരള സാഹിത്യ അവാർഡ് കിട്ടിയിട്ടില്ല. അപ്പോൾ ക്ലീനല്ലേ, കാര്യം ക്ലീനല്ലേ, വ്യക്തമല്ലേ? അട്ടിമറികൾ നടക്കും. അപ്പം ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന, ഞങ്ങളുടെ ചെങ്കുടി പിടിക്കുന്ന മാർക്സിസ്റ്റ് സാഹിത്യകാരന്മാർ മതി ഞങ്ങളുടെ കൂടെ. അതുപോലെ കോൺഗ്രസ്സുകാർ ഞങ്ങളുടെ കൈപ്പത്തി ചിഹ്നത്തിനോട് നിൽക്കുന്ന ആൾക്കാർ മതി ഞങ്ങൾക്ക് എന്നിരിക്കും. പിന്നെ കേരളത്തിൽ BJP അങ്ങനെ ചിന്തിക്കാനൊരു സമയം ആയിട്ടില്ല. തിരുവനന്തപുരത്ത് നിന്ന് AV ജയശങ്കർ തത്സമയം ചേരുന്നു. ജയശങ്കർ, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ് SKN. സാഹിത്യ അക്കാദമിയിലെ രാഷ്ട്രീയ ഇടപെടലുകളെക്കുറിച്ചാണ് രൂക്ഷമായ വിമർശനമാണ് ശ്രീകുമാരൻ തമ്പി ഉന്നയിക്കുന്നത്. തനിക്ക് ലഭിക്കേണ്ട ഒരു അവാർഡ് പൊടുന്നനെ പെരുമ്പടവം ശ്രീധരന് കൈമാറി. ഇതിന് പിന്നിൽ രാഷ്ട്രീയ ഇടപെടലാണ്. പെട്ടെന്നൊരു ദിവസം അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് CPM അനുഭാവിയായതോടുകൂടി അവാർഡ് അദ്ദേഹത്തിന് നൽകി. ഇനി ഒരിക്കലും താൻ കേരള സാഹിത്യ അക്കാദമിയുടെ അവാർഡ് സ്വീകരിക്കില്ലെന്നും കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു കഴിഞ്ഞാൽ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറയുന്നു. ഒരിക്കലും ഒരു ഇടത് അനുഭാവിയാണെങ്കിൽ പോലും, കുടുംബ പശ്ചാത്തലത്തിൽ ഒരു ഇടത് അനുഭാവിയാണെങ്കിൽ പോലും താൻ ഇതുവരെ ഒരു അവാർഡിന് വേണ്ടി, നേട്ടത്തിന് വേണ്ടി രാഷ്ട്രീയ കക്ഷികളുടെ പിന്നാലെ പോയിട്ടില്ല, രാഷ്ട്രീയ വേദികളിൽ ചെന്നിട്ടില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. കേരളത്തിൻ്റെ വലിയൊരു കലാകാരനാണ്, സംഭാവന നൽകിയ വ്യക്തിയാണ് ഇത്തരത്തിലൊരു കാര്യം പറയുന്നത്. ഈ സാംസ്കാരിക വകുപ്പ് മന്ത്രി ഉൾപ്പെടെ പാർട്ടികൾക്ക് വേണ്ടി പാർട്ടി നോമിനേഷൻ അനുസരിച്ച് മാത്രമാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അത്തരം ആളുകളെ മാത്രമാണ് അക്കോമഡേറ്റ് ചെയ്യുന്നതും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും വലിയ തോതിലുള്ള, ഇതിനു മുമ്പും അദ്ദേഹം സമാനമായ വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അതും ഇന്ന് വീണ്ടും ആവർത്തിക്കുകയാണ്. സാഹിത്യ അക്കാദമിയിലെ രാഷ്ട്രീയവൽക്കരണത്തിനെതിരെയാണ് ശ്രീകുമാരൻ തമ്പി വലിയ തോതിൽ തൻ്റെ ഒരു വിമർശനം ഉന്നയിക്കുന്നത്. അത്തരം രാഷ്ട്രീയ ഇടപെടലാണ് തനിക്ക് അവാർഡുകൾ നിരസിക്കുന്നതിനുള്ള ഒരു കാരണം. തന്നെക്കാൾ വളരെ ജൂനിയറായ പല ആളുകൾക്കും അവാർഡ് ലഭിച്ചപ്പോഴും താൻ അതിലൊന്നും തന്നെ പരിഗണിച്ചില്ല. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം താൻ ഒരു രാഷ്ട്രീയ കക്ഷിയുടെയും ഭാഗമായി നിന്നില്ല. ഇടതുപക്ഷത്തിനും ഒപ്പം കോൺഗ്രസിനും ഉൾപ്പെടെ ഈ ഒരു വിമർശനത്തിനെതിരെയും അദ്ദേഹം ഈ ഒരു വിമർശനം ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും പൊതുവിൽ സാഹിത്യകാരന്മാരെ അംഗീകരിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ചേരിയിൽ നിന്നാൽ മാത്രം അവാർഡ് ലഭിക്കുന്നു എന്ന ഒരു വിമർശനത്തിന് ആക്കം കൂട്ടുന്ന ഒരു പരാമർശമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. എന്തായാലും ഇത് കേരള സാംസ്കാരിക രംഗത്ത് വലിയ തോതിലുള്ള ഒരു ചർച്ചയ്ക്കും കാരണമാകും. കാരണം ഇടത് സർക്കാർ ഉൾപ്പെടെ വലിയ തോതിലുള്ള രാഷ്ട്രീയ ഇടപെടലുകൾ നടത്തുമെന്ന ആരോപണം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ശ്രീകുമാരൻ തമ്പിയുടെ ഇത്തരത്തിലുള്ള ഒരു പരാമർശം. താങ്ക് യു AV ജയശങ്കർ.